ഇപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ചും ഈ കണക്റ്റിനെ കുറിച്ചും പറഞ്ഞല്ലോ. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അദ്ദേഹം 10 വർഷം പൂർത്തിയാക്കി അടുത്ത ടേമിലേക്ക് 3-ാം ടേമിലേക്ക് എത്തുകയാണ്. നരേന്ദ്രമോദി തീർന്നു എന്നുള്ള ഒരു ആഘോഷമായിരുന്നു. അങ്ങയുടെ വിജയം കേരളത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് അധികം പറയാതെ ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ പിടിച്ചു നിന്നു, കോൺഗ്രസ് പിടിച്ചു നിന്നു. കോൺഗ്രസിൻ്റെ 99 240-നേക്കാൾ അല്ലെങ്കിൽ 239-നേക്കാൾ വലുത് എന്ന രീതിയിലുള്ളൊരു ആഘോഷം നടക്കുന്നത് അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. നരേന്ദ്രമോദി തീർന്നു എന്ന് പറയുന്നവരോടുള്ള മറുപടി എന്താണ്? നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ടതില്ല. എൻ്റെ അടുത്ത് അദ്ദേഹം ഞാൻ ആദ്യമൊക്കെ ഈ കമൻറ്റും എതിരെ എൻ്റെ സിനിമകളെല്ലാം കുഴപ്പമായപ്പോഴും എൻ്റെ കരിയർ നശിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത് അത് തിരിച്ചു പിടിക്കാൻ ഒരു വാറിയറുടെ ഹൃദയമുണ്ടാവണം, കൈക്കരുത്തും മനക്കരുത്തും ഉണ്ടാവണം. പക്ഷെ ഇതൊക്കെ കേട്ട് മനസ്സൊടിഞ്ഞു പോകുന്നത് കേൾക്കുകയേ അരുതരുത്, ഒട്ടുമേ അരുത്. ഈ കാതി കൂടെ കയറ്റി ഈ കാതി കൂടെ വിടണം എന്ന് ഞാൻ സമ്മതിക്കില്ല. ആ തത്വം തെറ്റാണ്. ഈ കാതിൽ കയറ്റുകയേ അരുത്. എന്തിനെ കടത്തി ഇപ്പുറത്തൂടെ വിടണം? കയറ്റരുത്. അഗറായേ तो पकड़ना मत, ऐसा टैप करके फेंक देना, क्लोसेट पे जाएगा. അദ്ദേഹം അതാണ് ചെയ്യുന്നത്. ഇതിലും അദ്ദേഹം അതേ ചെയ്യും. ഇപ്പോൾ ഈ ഘടകകക്ഷികളൊക്കെ അങ്ങ് പോകും, നരേന്ദ്രമോദിക്ക് അധികാരം നിലനിർത്താൻ കഴിയില്ല, മാത്രമല്ല ഈ കോയലിഷൻ ധർമ്മയെക്കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങ് കേട്ട് കാണുമല്ലോ. അപ്പോൾ നരേന്ദ്രമോദി എന്താണ്, അമിത്ഷാ എന്താണ് എന്ന് മനസ്സിലാക്കാത്ത ആളുകൾക്കല്ലേ ആ ഒരു കൺഫ്യൂഷൻ വരികയുള്ളൂ. 5 വർഷം തികക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയും ഒരു നിശ്ചയം നമുക്ക് വേണ്ട. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞു, എന്നെ ഒരു മിഷനുമായിട്ട് എന്നെ അയച്ചതാണ്. If that mission has to continue, he will find the way. He will pave the path. രണ്ട് കാര്യം ചോദിച്ചു നേരത്തെ സുരേഷേട്ടൻ്റെ തൃശ്ശൂർ പ്രോഗ്രാം ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ BJP പ്രവർത്തകരോട്, കേരളത്തിലെ BJP പ്രവർത്തകർക്ക് വളരെ നാളുകളായിട്ടുള്ള ഒരു പ്രശ്നം, ഏറ്റവും വലിയ അനുസരണയും പക്ഷേ കണ്ണ് നനഞ്ഞ് എന്നെ ഒന്ന് നോക്കിയ മൊമെന്റ് എനിക്കറിയാം. ഈ മാല എടുത്ത് കൊടുത്തപ്പോഴത്തേക്കും എന്ന് പറഞ്ഞത് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് ഞാനും രാധികയും കൂടി കന്യാദാനം നടത്തണമെന്നാണ് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചത്. സാധാരണ ഗതിയിൽ അച്ഛൻ മാത്രമാണ്. ഞാൻ പറഞ്ഞത് പറ്റത്തില്ല, നമ്മൾ രണ്ടുപേരൂടെ ആയിരിക്കും കൈ പിടിച്ചു കൊടുക്കുന്നത്. ഞാൻ എൻ്റെ മകളുടെ കൈ പിടിച്ച് എൻ്റെ കൈയോട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് വെച്ചപ്പോഴത്തേക്ക് ഒരു നോട്ടം നോക്കിയെന്ന്. അദ്ദേഹത്തിന് യോഗമില്ല, പക്ഷെ ഒരു യോഗം കിട്ടി എന്ന് പറയുന്ന സംശയത്തോടെ ഉള്ള ഒരു അന്താളിച്ച നോട്ടം ഉണ്ടായിരുന്നു. കണ്ണ് നനഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ. ഞാനത് ശ്രദ്ധിക്കാൻ പോയില്ല, കാരണം ഞാൻ ചിലപ്പോൾ ഷെയ്ക്കണായി പോകും. ഇതങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് അങ്ങേര് പെട്ടെന്ന് അദ്ദേഹം പയ്യൻ്റെ കൈ പിടിച്ചങ്ങ് വെച്ചിട്ട് അതിന് മേളി അദ്ദേഹത്തിൻ്റെ കൈ വെച്ചു. അതിൻ്റെ പുറത്താണ് ഞാൻ കൈ വെച്ചത്. ഇത് എന്താണ് എന്താണ് ഒരു പറഞ്ഞുകൊടുത്ത് ചെയ്യിച്ചതോ ഒന്നുമല്ല. ഇറ്റ് വാസ് എക്സ്ചേഞ്ച് ഓഫ് ഇമോഷൻസ്. അങ്ങനെയും കൂടി ഒരു കറക്റ്റാണ് സാർ. ഇനി തൃശ്ശൂരേക്ക് പോവാണ്. എപ്പോഴാണ് ലൂത്ത് മാധവനെ കാണാൻ പോകുന്നത്? പോകും. അത് ഈ ബഹളത്തിൽ ഇനിയെങ്കിലും ഞാൻ അങ്ങോട്ട് പോകുമ്പം ഒരാളെ ഞാൻ പള്ളി കോമ്പൗണ്ടിൽ കയറ്റത്തില്ല. അയ്യോ, ഇത്രയും ദ്രോഹം സഹിക്കത്തില്ല. പ്രവർത്തകര് അവർ തന്നെയാണ് ഇതിൻ്റെ നെർവും മസിലും. വിജയം സമ്മാനിച്ച ഒരു യഥാർത്ഥ മതഭ്രാന്തില്ലാത്ത മതേതര സംഘം, അവരവരുടെ ഹൃദയമാണ് എനിക്ക് നൽകിയത്. പക്ഷെ ആ ഹൃദയം കൊണ്ടുവരുന്നതിനുള്ള ഒരു മസിലും നെർവും എല്ലാം എൻ്റെ പ്രവർത്തകരാണ്. 1200 ചില്ലുവാനും നടുപൊടിയെ പണിയെടുത്തു. ഇപ്പോഴല്ല, കഴിഞ്ഞ 1.5 വർഷമായിട്ട് പണിയെടുക്കുകയാണ്. 1,07,000 പുതിയ വോട്ടേഴ്സിന് അവിടെയുള്ള വീടുകളിൽ പോയി ഈ ഫെബ്രുവരിയിൽ 18 വയസ്സ് തികയുന്ന ഒരു ബെഞ്ച് മാർക്ക് വെച്ചു. അങ്ങനെയുള്ള കുട്ടികളെ വരെ ചേർത്ത് അവർക്കെല്ലാം വോട്ടേഴ്സ് ID വാങ്ങിച്ചു കൊടുത്ത് അത്രയും ചെയ്തു. പക്ഷെ അതിനകത്തുനിന്ന് എനിക്ക് ഏതാണ്ട് ഒരു 60-70 വോട്ടേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. 60,000 70,000. ആ കണക്കൊന്നും അറിഞ്ഞുകൂടാത്ത രാഷ്ട്രീയ എന്താണ് വലിയ പ്രബുദ്ധന്മാരാണ് ഇരുന്ന് അണികളെയൊക്കെ കുറ്റം പറയുന്നതും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഈ വോട്ട് അവിടുന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാജാജി മാത്യു മേടിച്ചതിന് മേലെയുള്ള
ശ്രീ സുനിൽകുമാറിൻ്റെ വോട്ടിൻ്റെ ആ വരവ് എവിടുന്ന്?